ഞാൻ മുറ്റടിക്കുവാ. ഈ വാതിൽ തുറന്നിടുന്നത് ഞാൻ എപ്പോഴും പറയണല്ലേ തങ്ക. എന്നെ വെല്ലുവിളിക്കുന്നു. മറ്റേ റോയൽ സ്റ്റിച്ചിങ് സെന്റർ അല്ലേ റഹീം? എന്തിന്? എടി അവന് കൊടുത്തിട്ടുണ്ട് മറ്റേ ടച്ച് ഇതാക്കി എടുക്കാൻ ഫ്രോക്കിന്റെ ഓർഡർ. ഞാൻ പറഞ്ഞു കാണാം, നമുക്ക് കാണാം. നീ കൂടുതൽ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യ തയ്യൽ തുടങ്ങിയിട്ട് വർഷങ്ങളായി, അതുകൊണ്ട് നീ കളിക്കണം. നീ ഇപ്പോൾ ഒരു 4 ആളെയും വെച്ചൊരു തയ്യക്കട തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ കാണേ ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ പറഞ്ഞു നമുക്ക് കാണാം. ഓർഡർ ഞാൻ ക്ലീറ്റ് ചെയ്ത് ഓർഡർ എടുത്ത് തയ്ച്ച് നിന്റെ മുമ്പിൽ കൊണ്ട് വരും. അല്ല, അങ്ങനെ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ. ആർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മളങ്ങ് തോറ്റു കൊടുക്കാന്നാ. പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. ഈ നോക്കിക്കോ, അവനുണ്ടല്ലോ നമ്മളെ കസിൻസ് തുണിക്കട, അവന് എനിക്ക് വേറെ ഓർഡർ തരാൻ പറഞ്ഞേക്കാണ്. ഇവനെയൊക്കെ അത് ഇവൻ്റെ ഓർഡറാണ്, അത് നമ്മൾ വെട്ടും. എല്ലാം വെട്ടി ഇവനെയൊക്കെ നോക്കിക്കോ. ഇവിടെ നമ്മളൊരു ഭയങ്കര ടൈലറിങ് യൂണിറ്റ് അങ്ങ് തുടങ്ങാം. അങ്ങനെ ഒരുപാട് തയ്ക്കാൻ പാടില്ല ക്ലീറ്റോ, കഴുത്ത് വേദനയ്ക്ക്. പിന്നെ നീ ആദ്യത്തെ ഈ ഓർഡറിന് കൈ കിട്ടുന്നവരെ നീ തയ്ച്ചാൽ മതി. അത് കഴിഞ്ഞാൽ പിള്ളേരെ ഇരുത്തി നമുക്ക് തയ്ക്കാം. നീ പിന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണെന്നുള്ളത്. എനിക്ക് നിന്നെ വിശ്വാസമില്ലേ? നീ തയ്ച്ചാൽ പിന്നെ ഇവിടുത്തെ ഒരു സംഭവം അല്ലേ, എല്ലാം റെഡിയാവും. എന്തായി തച്ചു തുടങ്ങിയാ? തച്ച് തുടങ്ങിയാന്ന് പറഞ്ഞോണ്ടിരിക്കാതെ തുടങ്ങിയാ? അത് നല്ലത്. നീ ഇനി സമയം കിട്ടില്ല എന്നും പറയരുത്. ഇപ്പോഴേ ആവശ്യമുള്ള സമയം ഈ ചൂലൊക്കെ എടുത്ത് അങ്ങോട്ട് കിടാ. പെണ്ണിൻ്റെ അടുത്ത് പറയാം തക്കളി എടുത്ത്, അവൾ തൂക്കുമല്ലോ. ഇതൊക്കെ കിടന്നാ അത് തയ്ക്ക്, നാളെ കൊടുക്കണ സാധനം കേട്ടാ. പിന്നെ നാളെ എന്താടി വേറെ പ്രശ്നം വല്ലതും ഉണ്ടോ? ടെൻഷൻ ശരിയാവും. നിനക്ക് മനസ്സിൽ ഇങ്ങനെ ഒരു ആശങ്ക. ശരിയാവും. എന്റെ മോനെ നീ അങ്ങനെ തയ്ച്ചാൽ എല്ലാം ഓർക്കാ. എന്തോന്ന് ഇനി എന്തോന്ന്? ഒന്നുമില്ല. ഞാൻ ചായ എടുത്ത് കുടിച്ചോളാം. നീ തൂത്തിട്ട് ബാക്കി ഒന്ന് തയ്ക്ക് പെട്ടെന്നാവട്ടെ. നിന്റെ മുഖത്ത് കടന്നല്ലോ കൊത്തിയ. ഒന്നുമില്ല. പെട്ടെന്ന് അത് പൊക്കളങ്ങ. ഞാൻ നീ പോയോ നോക്കാൻ വേണ്ടി വന്നതാ. പോയില്ല, ഇവിടെ നിൽക്കുക. പോവാൻ പോണേ കള്ള ലക്ഷണം. ഇയാളുടെ മുഖത്ത് കണ്ടേ ഒരു ക്ലീറ്റോ ലക്ഷണം ഇല്ല നോക്കിയാണ്. ക്ലിംബാനിയോടെ പോയി തിരക്കല്ലേടാ, പുതിയ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ടേ. ഭയങ്കര ബിസിനസ്മാനാണ്, അതാണ് ഞാൻ ക്ലിംബാനി വിളിച്ചത്. ഏട്ടൻ പോവാൻ നോക്കേട്ടാ, സമയായി. ഒന്നുമില്ല, പോ തിരിഞ്ഞ്. ഇതെവിടെ പോയി ചാരിയത്? നീയല്ലേ കഴിയിട്ട് തേച്ചില്ലായിരുന്ന? ഞാൻ കഴുകിയപ്പോഴൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പോട്ടാ. എന്താടാ നിന്റെ മോതിരം കള്ള ലക്ഷണം. ഓ ഇവിടുമാർക്ക് എന്തെന്നറിയാൻ പറ്റില്ല. എന്തെങ്കിലും ആവശ്യം വിളിക്കണേ. എന്താ അങ്ങോട്ട് വാടി. കയ്യിലൊന്നും പിടിക്കണ്ട. എന്റെ പൊന്നല്ലേ, ഞാൻ ഇല്ല, അതെനിക്ക് അബദ്ധം പറ്റിയതാ. അതല്ല, അതെന്താന്നറിയാമോ, എനിക്കിപ്പോ വേറൊരു ഐഡിയ തോന്നിയിട്ടുണ്ട്. ഒരു ഐഡിയ വേണ്ട, നാത്തിനായിട്ടുള്ള ഒരു കൂട്ടിന് ഞാൻ കാല് പിടിക്കാൻ എനിക്ക് പേടിയാണ്. എന്റെ കാലൊന്നും പിടിക്കണ്ട പ്ലീസ്. അതെന്റെ കുഴപ്പം കൊണ്ട് പറ്റിയതാ, നീ അല്ല. ശരിക്കും സത്യം പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്കത് മനസ്സിലായല്ലോ. ഞാനൊരു നല്ല മോഡലല്ലേ കാണിച്ചു തന്നേ ഉള്ളൂ. നാത്തൂനല്ലേ വെട്ടിയത്? അതന്നെ. എനിക്ക് തയ്ക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അതങ്ങ് സമ്മതിച്ച പ്രശ്നം തീർന്നു. അതാണ്, അത്ര സമ്മതിച്ചല്ലോ. നമുക്ക് വേറെ അതേപോലത്തെ ഒരു തുണി പോയി എടുത്തുകൊണ്ട് വരാൻ എനിക്ക് ക്ലീറ്റോനോട് പറയാൻ പേടിയായിട്ട് പാടില്ല. എവിടെ പോയി മേടിക്കാൻ? കടയിൽ പോയി മേടിക്കാം. എന്റെ നാത്തൂനെ അതുപോലത്തെ തുണിയൊന്നും കിട്ടത്തൊന്നുമില്ല. കിട്ടും ഇഷ്ടം പോലെ കിട്ടും. അത് പിന്നെ ഏട്ടനോട് പറഞ്ഞു വിടാറുന്നല്ലോ. എന്നിട്ടാണ് അവൻ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെയും കൂടി അവനോട് എന്താണ്ടൊക്കെ പറഞ്ഞതാ. ഉത്തരവാദിത്തമില്ല എന്നൊക്കെ പറഞ്ഞു അവൻ എന്നെ ചീത്ത പറയുന്നത്. എൻ്റെ കൂടെ നിന്ന് വന്നാൽ മതി. എനിക്ക് പേടി. ഏട്ടനോട് ഞാൻ ചോദിച്ചില്ല. ഏട്ടനോട് തലവേദനക്കുള്ള മരുന്ന് മേടിക്കാൻ പോണെന്ന് പറഞ്ഞു. എനിക്ക് പേടിയാ. എന്തോന്നോടി കഷ്ടമുണ്ട്. ഞാൻ ചേട്ടനോട് പറയാൻ പറ്റത്തില്ലല്ലേ? ക്ലീറ്റോനോട് പറയാനോ? ഞാൻ ഏട്ടനോടൊന്ന് വിളിച്ച് പറയട്ടെ. അത് നമ്മൾ ഇറങ്ങിയിട്ട് പറയാം. നീ റെഡി ആവോ പ്ലീസ്. ഇന്ന് വൈകുന്നേരമെങ്കിലും തയ്ച്ചു വെക്കണം, അല്ലെങ്കിൽ എന്നെ കൊല്ലും ക്ലീറ്റോ. ഇപ്പൊ ഒരു ആവശ്യം വന്നപ്പോ ഇങ്ങോട്ട് വന്നല്ല. പറയണ്ടേ? ഇപ്പൊ തലവേനൊക്കെ മരുന്ന് മേടിക്കാൻ പോണെന്ന് പറഞ്ഞു. റെഡി ആവും കേട്ടോ. റെഡി ആണോ കേട്ടാ?